പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ 2 പേരിലേക്ക് അന്വേഷണം ചുരുങ്ങുന്നു എന്നതാണ്. പൃഥ്വിരാജിന്റെ പേര് ഇപ്പോൾ ഇതിൽ കേൾക്കുന്നില്ല. ഇപ്പോൾ 2 പേരിലേക്ക്, ഒന്ന് നടൻ അമിത് ചക്കാലക്കലിലേക്കും ഒന്ന് ദുൽഖർ സൽമാനിലേക്കും ഈ അന്വേഷണം ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിലെ ഒരു വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പനമ്പള്ളി നഗറിലാണ്. അവിടെ മമ്മൂട്ടിയുടെ ഗരാഷിന് അടുത്താണ് നിതിൻ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ നൽകാനുള്ളത്? മമ്മൂട്ടിയുടെ പഴയ വീടിന് സമീപത്തെ ഗ്യാരേജിലാണ് ഇപ്പോൾ ഈ കസ്റ്റംസ് സംഘത്തിന്റെ പരിശോധന തുടരുന്നത്. ഏതാണ്ട് ഈ ഗ്യാരേജിൽ ഏതാണ്ട് 8ഓളം വാഹനങ്ങൾ, 9 വാഹനമുണ്ട്. ആ 9 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന രേഖകളൊക്കെ തന്നെ ഇപ്പോൾ ഈ കസ്റ്റംസ് സംഘം പരിശോധിക്കുകയാണ്. ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലെത്തിച്ച് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും, അത് പ്രത്യേകിച്ച് ഹിമാചലിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂർ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത്. നടന്മാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ, പനമ്പള്ളി നഗറിലെ വസതിക്ക് സമീപത്തെ ഗ്യാരേജിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് ഒരു പഞ്ചാബ് രജിസ്ട്രേഷൻ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ ഈ കസ്റ്റംസ് സംഘം പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്യാരേജിലുള്ള മറ്റു വാഹനങ്ങൾ, കർണാടക രജിസ്ട്രേഷനുള്ള വാഹനങ്ങളുണ്ട്, അങ്ങനെ പല രജിസ്ട്രേഷൻ നമ്പറുള്ള വാഹനങ്ങളുണ്ട്. അവയുടെ പരിശോധനയാണ്. രേഖകൾ എല്ലാം തന്നെ അത് മാച്ച് ആവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിച്ച് വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിനുശേഷം ഒരു കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇത്തരമൊരു ഓപ്പറേഷനിലേക്ക് കസ്റ്റംസ് സംഘം നീങ്ങിയത്. അതുകൊണ്ട് തന്നെ നേരത്തെ ശേഖരിച്ച വിവരങ്ങൾ അതൊക്കെ തന്നെ ഈ രേഖകളെല്ലാം തന്നെ ഒത്തുപോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത്. 2 ഉദ്യോഗസ്ഥർ അവിടെ ഈ വാഹനത്തിന് മുകളിൽ ഈ രേഖകളൊക്കെ തന്നെ പരിശോധിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. ഈ ഗ്യാരേജിൽ ഏതാണ്ട് ഒരു 9 വാഹനമുണ്ട്. ആ വാഹനങ്ങൾ ഓരോന്നും ഇപ്പോൾ ഇങ്ങനെ പരിശോധന നടത്തി വരികയാണ്. എന്തായാലും കസ്റ്റംസ് സംഘം നേരത്തെ തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരമായി ഈ ഗ്യാരേജിൽ ഈ പരിശോധന നടത്തി വരുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നടക്കുന്ന പരിശോധനയുടെ ഭാഗമായി തന്നെയാണ് നടക്കുന്നത്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 150 മുതൽ 200ഓളം വാഹനങ്ങൾ ഇങ്ങനെ എത്തിച്ചിട്ടുണ്ടെന്ന വിവരമാണ് കസ്റ്റംസ് ലഭിച്ചിരിക്കുന്നത്. അതിൽ സിനിമാക്കാർ മാത്രമല്ല, പ്രമുഖ വ്യവസായികൾ ഉൾപ്പെടെയുണ്ട്, അങ്ങനെ ബിസിനസ്സുകാർ ഉൾപ്പെടെയുണ്ട്. അത്തരമൊരു ബിസിനസ്സുകാർ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയുടെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ വസതിക്ക് സമയത്ത് ഗ്യാരേജിലുള്ള ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആ രേഖകളൊക്കെ തന്നെ അത് ഈ മാച്ച് ആവുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ ഈ ഗ്യാരേജിൽ നടക്കുന്നത്. ഓരോ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടന്നു വരുന്നു. ഒരു വശത്ത് കസ്റ്റംസിന്റെ മറ്റൊരു സംഘം ഈ പഞ്ചാബ് രജിസ്ട്രേഷനുള്ള വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 4 മമ്മൂട്ടിയുടെ ഗരാഷിലുള്ളതെല്ലാം ഈ വിന്റേജ് കാറുകളാണോ നിതിൻ? അവിടെയാണോ ഇപ്പോൾ പരിശോധന? വിന്റേജ് കാറുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ആഡംബര വാഹനങ്ങളൊക്കെ തന്നെയുണ്ട്. അതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് വിന്റേജ് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കസ്റ്റംസ് സംഘം ശേഖരിക്കുന്നത്. ഏതാണ്ട് 4 സംഘം, 5 സംഘം ഈ പരിശോധന ഭാഗമായി ഇപ്പോൾ ഇവിടെയുണ്ട്. ആ പരിശോധന നടത്തി വരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ഇടങ്ങളിലും, പ്രത്യേകിച്ചും ഭൂട്ടാനിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന് അവിടെ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ കൃത്യമായ പട്ടിക തയ്യാറാക്കി ആ വലിയ റാക്കറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണ് തുടങ്ങിയ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ ഇപ്പോൾ ഓരോ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിന്റേജ് കാറുകൾ ഇപ്പോൾ സമീപത്തേക്ക് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നുണ്ട്. അങ്ങനെ ഈ ഗ്യാരേജിന് സമീപത്തെ ഏതാണ്ട് 8 വാഹനങ്ങളിലും ഓരോന്നിലും ഓരോ വിശദമായ പരിശോധനയാണ്. ഓരോ രേഖകളും വിശദമായ പരിശോധനകൾ പലയിടങ്ങളിലായി നടത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.